പെട്ടെന്ന് തന്നെ രാത്രിയുടെ നിശബ്ദമായ ആ കറുത്ത പുടവയെ ഭേദിച്ചുകൊണ്ട് പിന്നിൽ നിന്നൊരു വന്യമായ വേട്ടപ്പട്ടിയുടെ ഘോരമായ മുരൾച്ച ഉയർന്നു. തൊട്ടു പിന്നാലെ ഉണങ്ങിയ മണ്ണിൽ തട്ടിത്തെറിക്കുന്ന കാൽച്ചുവടുകൾ ഭ്രാന്തമായൊരു താളത്തിൽ ഒരേ സമയം കേട്ടുതുടങ്ങി. ആ ശബ്ദം കേവലമൊരു മൃഗത്തിൻ്റേതായിരുന്നില്ല. അത് ഇരുട്ടിനെ കീറിമുറിച്ച് നനഞ്ഞ മണ്ണും ദ്രവിച്ച ഉണക്ക ഇലകളും ശക്തമായി തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ടിരച്ചെത്തുന്ന നിയന്ത്രണമില്ലാത്തൊരലർച്ചയായിരുന്നു. അതൊരു പേടിപ്പെടുത്തുന്ന സൂചനയായിരുന്നു. തങ്ങളെ ലക്ഷ്യമാക്കി അദൃശ്യമായ ഏതോ ഒന്ന് ഭീകരമായ വേഗതയിൽ പിന്തുടരുകയാണെന്ന ഭീകരമായ സൂചന. അവന്റെ ഓരോ ഞരമ്പുകളിലും ഭയം ഒരുമിച്ചിരച്ചു കയറി. ശ്വാസം ഉള്ളിലേക്കെടുപ്പിച്ച് ആ ശ്വാസം അവിടെ തന്നെ നിലനിർത്തി തൊണ്ട വരളുന്ന വേദനയോടെ അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ശബ്ദം അടുത്തേക്ക്, അവന്റെ പിൻകഴുത്തിൽ അതിന്റെ ചൂടേൽക്കുന്നതുപോലെ വളരെ അടുത്തേക്ക്. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. പക്ഷേ നിമിഷങ്ങൾക്കകം എല്ലാം നിശ്ചലമായി. കാൽ പെരുമാറ്റമോ മുരൾച്ചയോ ഇല്ല. അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. അവിടെ കനത്ത പുകമഞ്ഞിനാൽ മൂടപ്പെട്ട നേരിയ മഴത്തുള്ളികൾ തൂകി നിന്ന ചർച്ചിന്റെ പിറകുവശത്തെ ഇരുട്ടിൽ അവൻ കണ്ടത് ഒന്നുമില്ലായ്മ മാത്രം. വേട്ടപ്പട്ടിയുടെ മുരൾച്ചയും മണ്ണ് ചവിട്ടിയുള്ള ഓട്ടവും വെറും ശൂന്യതയിൽ അലിഞ്ഞില്ലാതായിരുന്നു. അവൻ അറിയാതെ തന്നെ അവന്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾ മന്ത്രിച്ചു. ഇതെന്തായിരുന്നു? രാത്രിയുടെ കറുത്ത പുടവയിൽ അന്തരീക്ഷത്തിൽ തണുത്തുറഞ്ഞ പുകമഞ്ഞ് കട്ടിയായി നിറഞ്ഞു നിന്നു. നേരിയ മഴത്തുള്ളികൾ തൂവിത്തുടങ്ങിയ ആ പഴയ ചർച്ചിന്റെ പിന്നാമ്പുറത്ത് അവൻ കണ്ടത് ഭീതിയുടെ ശൂന്യത മാത്രം. അവന്റെ ഞരമ്പുകളിലൂടെ ഒരു തണുപ്പരിച്ചു കയറി. എന്തായിരുന്നു അത്? അവന്റെ ശബ്ദം ഭയം കാരണം ഇടറി വിറച്ചു. ആ വിറയൽ നിറഞ്ഞ ശബ്ദത്തിന്റെ പ്രതിധ്വനി ആ നിശബ്ദതയിൽ അലഞ്ഞപ്പോൾ അതവനെ കൂടുതൽ ഭയപ്പെടുത്തി. അവൻ തിരിഞ്ഞ് കൂട്ടുകാരന്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ പേടിക്കണ്ട, അതൊരു തോന്നലാണ്. മറ്റേയാൾ ശാന്തനായി സംസാരിച്ചു. എന്നാൽ ആ ശാന്തമായ വാക്കുകൾക്കിടയിലും അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന അതിയായ പിരിമുറുക്കം മറച്ചുവെക്കാൻ അയാൾക്കായില്ല. ചുറ്റുമുള്ള ഇരുട്ടിനെ അയാൾ സംശയത്തോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നീ ടൂൾസ് എടുത്തിട്ടില്ലേ? ഒന്നുകൂടി ഉറപ്പുവരുത്തണം, ആദ്യത്തെയാൾ അടക്കിപ്പിടിച്ച സ്വരത്തിൽ തിരക്കി. ടൂൾസ് എല്ലാം എന്റെ ബാഗിലുണ്ട്, തികച്ചും സുരക്ഷിതം. വാ, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. സമയം നമുക്ക് അനുകൂലമല്ല. ചർച്ചിന്റെ തകർന്നടിഞ്ഞ ചുമരിനരികിൽ ദശാബ്ദങ്ങളുടെ ഭാരം പേറി കാലങ്ങളായി വീണുകിടന്നിരുന്ന വലിയൊരു ഉണങ്ങിയ മരക്കൊമ്പ് അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള വാതിലടച്ചുകൊണ്ട് കിടന്നു. അവർ ഇരുവരും ചേർന്ന് പല്ലുകൾ കടിച്ച് തങ്ങളുടെ ശേഷിച്ച എല്ലാ ശക്തിയുമെടുത്ത് പ്രയാസപ്പെട്ട ആ ഭാരം തള്ളിമാറ്റി. ആശ്രമത്തിൽ അവരുടെ പേശികൾ വലിഞ്ഞു മുറുകി. മഴയുടെ നേർത്ത തുള്ളികളാൽ നനഞ്ഞ ചെളി നിറഞ്ഞ മണ്ണിൽ അവരുടെ കാലുകൾ പതുങ്ങിക്കൊണ്ട് പതറി. ഓരോ ചുവടും ശ്രദ്ധയോടെ വെച്ച് മുന്നോട്ട് വെളിവാക്കപ്പെട്ട ഇരുണ്ട പാതയിലേക്ക്